ഹരേ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. സജ്ജനങ്ങൾക്ക് നമസ്കാരം. ഭഗവാൻ ബ്രഹ്മാവിന് ചതുശ്ലോകി ഭാഗവതം ഉപദേശിക്കുന്നു. ദ്വിതീയ സ്കന്ധം 9-ാം അധ്യായം. ആത്മമായാമൃതേ രാജൻ പരസ്യാനുഭവാത്മന നഖടേതാർത്ഥ സംബന്ധ സ്വപ്നദ്രഷ്ടുരിവാഞ്ജസ. പരീക്ഷിത് മഹാരാജാവ് ഇതുവരെ കേട്ടതിൽ തനിക്കുണ്ടായ ചില സന്ദേഹങ്ങളെ തീർത്തു തരുവാനും അതേ തുടർന്ന് തനിക്ക് അറിയാത്തതായ പരമതത്വത്തെ ഉപദേശിച്ചു തരുവാനും ശ്രീ ശുകബ്രഹ്മർഷിയോട് അപേക്ഷിച്ചു. ഇതിന് മറുപടിയായി ശ്രീ ശുകൻ പറഞ്ഞു തുടങ്ങി. ഹേ രാജാവേ, സർവാത്മാവായ ഹരിയുടെ മായയല്ലാതെ ഗുണാതീതനും അനുഭവ മാത്ര സ്വരൂപനുമായ ജീവന് സ്വപ്നം കാണുന്ന ഒരുവനെ പോലെ കാണപ്പെട്ട ദേഹാദി വിഷയങ്ങളോടുള്ള ബന്ധം ശാശ്വതമായി നിലനിൽക്കുന്നതല്ല. അതെല്ലാം മായാവിഭ്രാന്തി കൊണ്ട് അനുഭവപ്പെടുന്നതാണ്. ബഹുരൂപ ഇവാഭാതി മായാ ബഹുരൂപയാ രമമാണോ ഗുണേഷ്വസ്യ മമാഹമിതി മന്യതേ. നിരവധി രൂപങ്ങളുള്ള മായ നിമിത്തമായിട്ട് അനേക രൂപങ്ങളോടുകൂടിയവൻ എന്ന വിധത്തിൽ ജീവൻ അനുഭവപ്പെടുന്നു. ഗുണങ്ങളിൽ രമിച്ചുകൊണ്ട് ജീവൻ എൻ്റേത്, ഞാൻ എന്നൊക്കെ അഭിമാനിക്കുന്നു. പഞ്ചഭൂതങ്ങളോട് ബന്ധമില്ലാത്ത ജീവന് ദേഹസംബന്ധം എങ്ങനെ വന്നു? ഇത് രാജാവിൻ്റെ ഒരു സംശയമായിരുന്നു. ആ സംശയത്തിന് ശ്രീ ശുകബ്രഹ്മർഷി ആദ്യമായിട്ട് മറുപടി നൽകുന്നു. യഥാർത്ഥത്തിൽ ജീവന് ദേഹബന്ധമില്ല. ജീവൻ നിർഗുണനാണ്, സത്യസ്വരൂപനാണ്. ദേഹം മുതലായ ദൃശ്യപദാർത്ഥങ്ങൾ മായാകൽപ്പിതങ്ങളാണ്, അതുകൊണ്ട് തന്നെ അസത്യങ്ങളും. ബന്ധമുണ്ടെന്ന തോന്നൽ അവശേഷിക്കുന്നു. അത് ഈശ്വരൻ്റെ മായ കൊണ്ടാണ്. മായ ബഹുരൂപമുള്ളതാണ്. മായാബാധിതനായ ജീവനും ബഹുരൂപത്വേന ചുറ്റിത്തിരിയുന്നു. ഭക്തിയോഗം കൊണ്ട് മായാമോഹം ഇല്ലാതാകുന്നതോടെ ജീവൻ സച്ചിദാനന്ദ രൂപത്തിൽ രമിക്കും. ആത്മതത്വവിശുദ്ധ്യർത്ഥം യഥാഹ ഭഗവാനൃതം ബ്രഹ്മണേ ദർശയൻ രൂപം അവ്യളേക വ്രതാദൃത. ഭഗവാൻ ബ്രഹ്മാവിൻ്റെ നിഷ്കപടമായ സേവയാൽ തൃപ്തനായി സ്വന്തം രൂപത്തെ കാട്ടിക്കൊടുത്തു. ജീവൻ്റെ തത്വത്തെക്കുറിച്ച് അറിയാനുതകുന്ന കാര്യങ്ങളും പറഞ്ഞുകൊടുത്തു. സ ആദിദേവോ ജഗദംബരോ ഗുരു സ്വധിഷ്ണ്യമാസ്ഥായ ശ്രീദൃക്ഷൈക്ഷത താം നാധ്യഗച്ഛദൃശമത്ര സമ്മതം പ്രപഞ്ച നിർമ്മാണ വിധേർയയാ ഭവേൽ. ബ്രഹ്മദേവൻ സ്വസ്ഥാനത്ത് വന്നിരുന്ന്, അതായത് ബ്രഹ്മദേവൻ ഉണ്ടായ ആ താമരപ്പൂവിൽ തന്നെ വന്നിരുന്ന് സൃഷ്ടി വിഷയകമായ അഭിവാഞ്ഛയോടെ അതിനെന്താണ് ചെയ്യേണ്ടത് എന്ന് ആലോചിച്ചു കൊണ്ടിരുന്നു. പക്ഷേ വ്യക്തമായ ഒരു വഴി കണ്ടെത്താൻ ആയില്ല. സചിന്തയന്യക്ഷരമേകദാംഭസ്യുപാശൃണോത് ദീർഘദിതം വചോ വിഭു സ്പർശേഷു യത് ഷോഡശമേകവിംശം നിഷ്കിഞ്ചനാനാം നൃപ യദ്ധനം വിദു. ബ്രഹ്മാവ് ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരിക്കൽ രണ്ടക്ഷരമുള്ള ഒരു വാക്ക്
2 തവണ കേൾക്കാനിടയായി. സ്പർശാക്ഷരങ്ങളിൽ 16-ാമത്തേതും 21-ാമത്തേതുമായ അക്ഷരങ്ങൾ ചേർന്നതായിരുന്നു ആ വാക്ക്. അത് ത്യക്തധനന്മാരുടെ ധനമായിട്ട് കരുതുന്നു. സൃഷ്ടിയെക്കുറിച്ച് പര്യാലോചിച്ച് പര്യാകുലനായ ബ്രഹ്മാവ് കേട്ടതായ അശരീരി വാക്കിൻ്റെ രൂപഭാവങ്ങളാണ് സൂചിപ്പിച്ചത്. ത, പ എന്നീ 2 അക്ഷരങ്ങൾ ചേർന്നത്. അപ്പോൾ അത് തപ തപ എന്നാവുന്നു. തപസ് ചെയ്യുക എന്നർത്ഥം. ഋഷിമാർ തപോധനന്മാരാണെന്ന് പ്രസിദ്ധമാണല്ലോ. അങ്ങനെ കേട്ട ബ്രഹ്മാവ് ആരാണിത് പറയുന്നത് എന്നറിയാൻ 4 ഭാഗത്തേക്കും നോക്കിയെങ്കിലും ഒന്നും കാണാതെ സ്വസ്ഥാനത്ത് തന്നെ ചെന്നിരുന്നു. താൻ തപസ്സിന് ആജ്ഞാപിക്കപ്പെട്ടിരിക്കുന്നു, അത് വേണ്ടത് തന്നെ എന്നുറച്ച് തപസ്സിൽ മനസ്സുറപ്പിച്ചു. ദിവ്യം സഹസ്രാബ്ദമമോഘദർശനോ ജിതാനിലാത്മാ വിജിതോ ഭയേന്ദ്രിയ അതപ്യതസ്മാഖില ലോകതാപനം തപസ്തപീയാം സ്തപതാം സമാഹിത തസ്മൈ സ്വലോകം ഭഗവൻ സപാജിത സന്ദർശയാമാസ പരം നയത്പരം. പ്രാണവായുകളെയും മനസ്സിനെയും ഒതുക്കി നിർത്തിക്കൊണ്ട് കർമ്മേന്ദ്രിയങ്ങളെയും ജ്ഞാനേന്ദ്രിയങ്ങളെയും അടക്കിക്കൊണ്ട് ഏകാഗ്രമാനസനായി തപസ്വികളിൽ വെച്ച് മഹാതപസ്വിയായി വേറെ ഒന്നിനെയും കാണാതെ സർവ്വലോകങ്ങളെയും പ്രകാശിപ്പിക്കുന്ന വിധം ബ്രഹ്മാവ് തപസ്സിൽ മുഴുകി. ആ തപസ്സിൽ ആരാധിതനായ ശ്രീനാരായണൻ ആ ബ്രഹ്മാവിനായിട്ട് സർവശ്രേഷ്ഠമായ വൈകുണ്ഠലോകത്തെ കാട്ടിക്കൊടുത്തു. തുടർന്നുള്ള കുറച്ച് ശ്ലോകങ്ങളിൽ വൈകുണ്ഠ ലോകത്തെ വർണ്ണിക്കുന്നു. മോഹഭീതികളകന്നതും മായാരഹിതവുമായ വൈകുണ്ഠലോകത്ത് സമസ്ത ഭക്തജനങ്ങളുടെ പാലകനും ശ്രീഭഗവതിയുടെ കാന്തനും യജ്ഞസംരക്ഷകനും ലോകനായകനുമായി സുനന്ദൻ, നന്ദൻ, പ്രബലൻ, അർഹണൻ മുതലായ പാർഷദമുഖ്യന്മാരാൽ ചൂഴപ്പെട്ട സേവിക്കപ്പെടുന്ന മഹാപ്രഭുവായി ഭൃത്യജനങ്ങൾക്ക് അനുഗ്രഹം ചൊരിഞ്ഞുകൊണ്ട് തൃക്കടാക്ഷങ്ങളാൽ ആനന്ദം പകർന്നുകൊണ്ട് മന്ദഹാസത്തോടെ കിരീടകുണ്ടലങ്ങളും പീതാംബരവും അണിഞ്ഞ് തിരുമാറിലമരുന്ന ശ്രീദേവിയോടുകൂടി വരിഷ്ഠ സിംഹാസനത്തിൽ ഇരുന്നരുളുന്ന നിത്യാനന്ദ സ്വരൂപനായ ഈശ്വരനെ ബ്രഹ്മദേവന് ദർശിക്കാൻ സാധിച്ചതായി വർണ്ണിച്ചു. പ്രകൃതി, പുരുഷൻ, മഹത്തത്വം, അഹങ്കാരതത്വം എന്നിവ 4, മനസ്സ്, 5 കർമ്മേന്ദ്രിയങ്ങൾ, 5 ജ്ഞാനേന്ദ്രിയങ്ങൾ, 5 മഹാഭൂതങ്ങൾ എന്നിവ ചേർന്ന് 16, ശബ്ദ, സ്പർശ, രൂപ, രസഗന്ധങ്ങളായ തന്മാത്രകൾ 5, ഇവയെല്ലാം കൂടി 25 തത്വശക്തികളാൽ പരിവൃതനായി മറ്റുള്ളവരിൽ നിത്യമല്ലാത്തതും തന്നിൽ സ്വാഭാവികങ്ങളുമായ ഐശ്വര്യം, ധർമ്മം, യശസ്, ശ്രീ, ജ്ഞാനം, വൈരാഗ്യം എന്നീ 6 ഭാഗങ്ങളോടുകൂടി ചേർന്നിരിക്കുന്ന ഭഗവാനെ ദർശിച്ച മാത്രയിൽ ബ്രഹ്മാവ് ആഹ്ലാദഭരിതനായി രോമാഞ്ചപുളകിതനായി തീർന്നു. ആ സർവേശ്വരൻ്റെ പാദപത്മത്തെ വീണു വണങ്ങി. തം പ്രിയമാണം സമുപസ്ഥിതം തഥാ പ്രജാവിസർഗേ നിജശാസനാർഹണം ബഭാഷൈഷസ്മിതശോചിഷാ ഗിര പ്രിയപ്രിയം പ്രീതമനാ കരേ സ്പൃശൻ. അത്യധികം സന്തോഷത്തോടെ തൻ്റെ സമീപസ്ഥനായി ലോക സൃഷ്ടി വിഷയത്തിൽ തൻ്റെ നിയോഗത്തെ നിറവേറ്റാൻ മതിയായവനും പ്രിയപ്പെട്ടവനുമായ ആ ബ്രഹ്മാവിനോട് സ്നേഹവാനും സന്തുഷ്ടചിത്തനുമായ ഭഗവാൻ കൈകളിൽ സ്പർശിച്ചുകൊണ്ട് മന്ദസ്മിതത്തോടുകൂടി അരുളി ചെയ്തു. ത്വയാഹം തോഷിതഃ സമ്യക് വേദഗർഭസ്യ സൃക്ഷയാ
ചിരംഭൂതേന തപസ ദുസ്തോഷ കൂടയോഗിനം. ഹേ വേദഗർഭ, സൃഷ്ടിയിലുള്ള ആഗ്രഹത്തോടെ ദീർഘകാലമായി തപസ്സനുഷ്ഠിച്ച അങ്ങയിൽ ഞാൻ സന്തുഷ്ടനായി. അങ്ങയ്ക്ക് നന്മ വരട്ടെ. എന്നോട് ഇഷ്ടമുള്ള വരത്തെ ആവശ്യപ്പെട്ടുകൊള്ളുക. തുടർന്ന് തപസ്സിൻ്റെ ശക്തിയെക്കുറിച്ച് വിസ്തരിച്ചു. തപസ്സിനാൽ ഈ ലോകത്തെ സൃഷ്ടിക്കുന്നു, തപസ്സുകൊണ്ട് തന്നെ പിന്നെ സംഹരിക്കുന്നു, തപസ്സുകൊണ്ട് ഭരിക്കുന്നു. തപസ്സാണ് തൻ്റെ അലംഘ്യമായ ശക്തി എന്ന് ഭഗവാൻ വ്യക്തമാക്കി. അല്ലയോ മായാവതേ, ഒരിക്കലും വിഫലമാകാത്ത സങ്കല്പത്തോടുകൂടി എട്ടുകാലി നൂൽക്കുന്നത് പോലെ സ്വന്തം മായയെക്കൊണ്ട് തഴച്ചു വളർന്ന വിശ്വത്തെ സൃഷ്ടിക്കുകയും സംഹരിക്കുകയും ഭരിക്കുകയും ചെയ്യുന്നു. തന്നെ തന്നാൽ അനുഗ്രഹിച്ചുകൊണ്ട് ഏത് വിധത്തിലാണ് ഇതൊക്കെ സാധിക്കുന്നതെന്ന് ഒന്ന് വ്യക്തമാക്കി തരൂ. ഇത്തരത്തിലുള്ള ബ്രഹ്മദേവൻ്റെ അഭ്യർത്ഥനയെ മാനിച്ചുകൊണ്ട് ഭഗവാൻ ബ്രഹ്മാവിനെ ചതുശ്ലോകി ഭാഗവതം ഉപദേശിക്കാൻ ആരംഭിച്ചു. ഭാഗവതത്തിൻ്റെ ബീജമാണ് ചതുശ്ലോകി ഭാഗവതം. സർവവേദാന്തസാരമായ ശ്രീമദ് ഭാഗവതം എന്ന പടർന്നു പന്തലിച്ചു നിൽക്കുന്ന വടവൃക്ഷത്തിൻ്റെ ബീജം. ബ്രഹ്മദേവൻ്റെ കരം പിടിച്ച് ഭഗവാൻ അതുവഴി തൻ്റെ ക്രിയാശക്തി ബ്രഹ്മദേവന് നൽകി. അതോടൊപ്പം ബ്രഹ്മദേവനെ അനുഗ്രഹിച്ചു. ഞാൻ അങ്ങയ്ക്ക് വേണ്ട കാര്യങ്ങളെല്ലാം പറഞ്ഞു തരാം, അങ്ങ് കേട്ടോളൂ എന്ന് പറയുകയും ചെയ്തു. അഹമേവാസമേവഗ്രേ നാന്യദ്യത് സദസത്പരം പശ്ചാദഹം യഥേതച്ച യോ വശിഷ്യേതസോസ്മ്യഹം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഭഗവാൻ ആരംഭിക്കുന്നത്. ഈ പ്രപഞ്ചം ഉണ്ടാകുന്നതിന് മുമ്പ് ഉണ്ടായത്, സൃഷ്ടിക്ക് മുമ്പേ തന്നെ ഉള്ളത് അത് ഞാനാണ് എന്ന്. അഗ്രേ ഏവ, സൃഷ്ടിക്ക് മുമ്പേ, അഹമേവ, ഞാൻ മാത്രമേ ആസം ഉണ്ടായിട്ടുള്ളൂ. സ്ഥൂലവും സൂക്ഷ്മവുമായതിൻ്റേതും അതിനപ്പുറത്തുള്ളതും ഒന്നും ഭഗവാനിൽ നിന്ന് അന്യമായിട്ടുള്ളതല്ല. ഞാൻ ഉണ്ടായിരുന്നു എന്നല്ലാതെ ഒരു പ്രവൃത്തിയും ചെയ്തിട്ടില്ല. സൃഷ്ടിക്ക് ശേഷവും ഞാൻ മാത്രമേ ഉള്ളൂ. ഈ പ്രപഞ്ചത്തിൻ്റെ രൂപത്തിൽ കാണുന്നതും ഞാൻ തന്നെയാണ്. എനിക്ക് ആദിയുമില്ല അന്തവുമില്ല. എന്നെ കൂടാതെ അന്യമായിട്ട് യാതൊന്നുമില്ല. ഞാൻ ത്രികാലരൂപിയാണ്, പരിപൂർണനുമാണ്. സത്യസ്വരൂപനായ ആത്മാവിന് ത്രികാലത്തിലുമില്ലാത്ത ഭാവങ്ങൾ ഉണ്ടെന്ന് ജനങ്ങൾ കരുതുന്നു. നീളം കുറഞ്ഞവൻ, കൂടിയവൻ, തടിച്ചവൻ, മെലിഞ്ഞവൻ എന്നു തുടങ്ങിയ വിചാരങ്ങൾ ദേഹധർമ്മങ്ങളാണ്. അവ ആത്മധർമ്മങ്ങളല്ല. അന്ധൻ, മൂകൻ തുടങ്ങിയവ ഇന്ദ്രിയധർമ്മങ്ങളാണ്. വിശപ്പും ദാഹവുമൊക്കെ പ്രാണധർമ്മങ്ങളാണ്. സുഖം, ദുഃഖം എന്നിവ അന്ധക്കരണധർമ്മങ്ങളാണ്. ഇവയൊന്നും ആത്മധർമ്മങ്ങളല്ല. അങ്ങനെ തോന്നിക്കുന്നത്, ആത്മധർമ്മങ്ങളാണെന്ന് തോന്നിക്കുന്നത് മായയാണ്. പരമാർത്ഥമായ സച്ചിദാനന്ദ സ്വരൂപം അനുഭവിക്കാൻ തടസ്സമായി നിൽക്കുന്ന ആവരണശക്തിയാണ് മായാസ്വരൂപം. രണ്ടാമത്തെ ശ്ലോകം നോക്കൂ. ഹൃദയർത്ഥം യത് പ്രതീയേത ന പ്രതീയേത ജാത്മനി തദ്വിദ്യാതാത്മനോ മായം യഥാഭാസോ യഥാതമ. ഇല്ലാത്തത് ഉണ്ടെന്നും ഉള്ളത് ഇല്ലെന്നും തോന്നുക, അത് മോഹം കൊണ്ട് തോന്നുന്നതാണ്. ആ മോഹകാരണം മായയാണ്. ജലം ഇളകുമ്പോൾ ചന്ദ്രൻ്റെ പ്രതിബിംബം ഇളകുന്നതായി തോന്നുന്നു. രാഹു എന്ന ഗ്രഹം ഉണ്ട്, പക്ഷേ ദൃഷ്ടിഗോചരമല്ല. സത്യബോധത്തെ മറയ്ക്കുന്നതാണ് മായ.
തുടർന്ന് 3-ാം ശ്ലോകം പറയുന്നു: യഥാ മഹാന്തി ഭൂതാനി ഭൂതേഷു ചാവചേഷ്വനു പ്രവിഷ്ടാന്യപ്രവിഷ്ടാനി തഥാ തേഷു നതേഷ്വാം. സ്ഥൂല സൂക്ഷ്മ ഭൗതികങ്ങളിൽ ജീവരൂപേണ പ്രവേശിച്ചിരിക്കുന്നത് പോലെ തോന്നുന്നു. എന്നാൽ സർവത്ര നിറഞ്ഞിരിക്കുന്ന ഞാൻ ഒന്നിലും പ്രവേശിച്ചവനല്ല. പഞ്ചമഹാഭൂതങ്ങൾ ഭൗതിക ശരീരങ്ങളാൽ സൃഷ്ടിയോടൊപ്പം അനുപ്രവേശിച്ചവയാണെന്ന് ഒരു നിലയ്ക്ക് പറയാം. എന്നാൽ മറ്റൊരു നിലയ്ക്ക് അവ കാരണത്വേന സൃഷ്ടിക്ക് മുമ്പ് തന്നെ ഭൗതികങ്ങളിൽ ഉണ്ടായിരുന്നതിനാൽ അനുപ്രവേശിച്ചവയല്ലെന്നതാണ് വാസ്തവം. അതുപോലെ ഭൂതഭൗതികങ്ങളിൽ ഈശ്വരൻ അനുപ്രവേശിച്ചു എന്ന് പറയാമെങ്കിലും ആ സർവാത്മകൻ പ്രവേശിച്ചതല്ലെന്നതാണ് വാസ്തവം. ഏതാവദേവ ജിജ്ഞാസ്യം തത്വജിജ്ഞാസുനാത്മന അന്വയവ്യതിരേകാഭ്യാം യസ്യാൽ സർവത്ര സർവദാ. ആത്മാവിൻ്റെ യാഥാർത്ഥ്യം അറിയാൻ ആഗ്രഹിക്കുന്നവൻ ആലോചിച്ചറിയാനുള്ളത് അന്വയം കൊണ്ടും വ്യതിരേകം കൊണ്ടും അറിയുന്നു. യാതൊന്ന് എല്ലാ കാലത്തും എല്ലായിടത്തും ഉണ്ടായേക്കുമോ അതുതന്നെയാണ് ആത്മസ്വരൂപം എന്നത് തന്നെ. കാര്യങ്ങളായ ശരീരാദി പദാർത്ഥങ്ങളിൽ നിരന്തരമായി ചേർന്ന് നിൽക്കുന്നതാണ് അന്വയം. കാരണാവസ്ഥയിൽ ശരീരാദി പദാർത്ഥങ്ങളോട് ചേരാതിരിക്കൽ വ്യതിരേകം. ജാഗ്രത, സ്വപ്നം ഈ അവസ്ഥകളിൽ ഞാൻ വെറും സാക്ഷിയായി ശരീരത്തിലിരിക്കുന്നു, അത് അന്വയം. സമാധി മുതലായ അവസ്ഥകളിൽ ദേഹത്തോട് ചേർച്ചയില്ലാതിരിക്കുന്ന അനുഭവമുള്ളതിനാൽ അത് വ്യതിരേകം. ഈ സിദ്ധാന്തത്തെ വഴിപോലെ അനുസന്ധാനം ചെയ്തു പോയാൽ ഓരോ കൽപ്പത്തിലുമുള്ള വിവിധ സൃഷ്ടി വിഷയത്തിൽ ഒരിക്കലും വ്യാമോഹം ഉണ്ടാവുകയില്ലെന്ന് ഭഗവാൻ ബ്രഹ്മാവിനെ ധരിപ്പിച്ചു. ഇത്രയും പറഞ്ഞുകൊണ്ട് ശ്രീഹരി അദൃശ്യനായി. ശുകമുനി പറഞ്ഞു: ബ്രഹ്മദേവൻ ശ്രീഹരിയെ കൈകൂപ്പിത്തൊഴുതുകൊണ്ട് മുൻപത്തെ പോലെ സൃഷ്ടി ആരംഭിച്ചു. പ്രജകളുടെ നന്മയെ കരുതിയാണ് ബ്രഹ്മദേവൻ യമനിയമങ്ങൾ അനുഷ്ഠിച്ചതെന്ന് വ്യക്തമാക്കിക്കൊണ്ട് ബ്രഹ്മപുത്രനായ നാരദൻ മഹാവിഷ്ണുവിൻ്റെ മായയെക്കുറിച്ച് അറിയുവാൻ ആഗ്രഹിച്ചുകൊണ്ട് ബ്രഹ്മാവിനെ വിശുദ്ധിയോടെയും വിനയത്തോടെയും പരിചരിച്ചു പോന്നതായി വർണ്ണിച്ചു. ശ്രീനാരായണനാൽ തനിക്ക് ഉപദേശിക്കപ്പെട്ട ഭാഗവതം എന്നു പേരുള്ള 10 ലക്ഷണങ്ങളടങ്ങിയ ഈ പുരാണത്തെ ബ്രഹ്മാവ് വളരെയധികം സന്തോഷത്തോടു കൂടി നാരദന് ഉപദേശിച്ചു. നാരദപ്രാഹമുനേ സരസ്വത്യാസ്തടേ നൃപ ധ്യായതേ ബ്രഹ്മപരമം വ്യാസായാമിത തേജസേ. ശ്രീനാരദൻ സരസ്വതീ നദിയുടെ കരയിൽ പരമമായ ബ്രഹ്മസ്വരൂപ ധ്യാനത്തിൽ മുഴുകിയ പരമ തേജോരൂപനായ വേദവ്യാസൻ എന്ന മഹാമുനിക്ക് അത് പകർന്നു കൊടുത്തു. യതുദാഹം ത്വയാ പൃഷ്ടോ വൈരാജാൽ പുരുഷാദിതം യഥാസീത് തദുപാഖ്യാസ്യേ പ്രശ്നാനന്യാംശ്ച കൃഷ്ണശ. രാജാവേ, വിരാട് പുരുഷനിൽ നിന്ന് ഈ ലോകം ഏതു പ്രകാരത്തിലാണുണ്ടായതെന്ന് അങ്ങനോട് മുൻപ് ചോദിച്ചില്ലേ? അതും തുടർന്നുള്ള സംശയങ്ങളും ദൂരീകരിക്കുന്ന വിധത്തിൽ ഭാഗവതാഖ്യാൻ രൂപത്തിൽ അങ്ങയ്ക്ക് ഞാൻ പറഞ്ഞു കേൾപ്പിക്കാം. ലോകാനുഗ്രഹത്തെ മുൻനിർത്തി ബ്രഹ്മ, നാരദ, വ്യാസ, ശുകന്മാർ അവതരിപ്പിച്ച ഈ ഭാഗവത സംഹിത അപൗരുഷേയവും വേദസംഹിതവുമാണെന്ന് അറിഞ്ഞുകൊണ്ട് ഭഗവാന്റെ ആ പ്രത്യക്ഷ വിഗ്രഹത്തെ നമുക്ക് വീണുവണങ്ങാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം
ഗോവിന്ദ ഗോവിന്ദ. ശ്രീ ഗുരുവായൂരപ്പ ശരണം.